കെ.പി.സി.സി അധ്യക്ഷനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. എ.ഐ.സി.സി നേതൃത്വവും ഹൈക്കമാൻഡും വിഷയം നേരിട്ട് ഏറ്റെടുത്ത് ചർച്ചകൾ വേഗത്തിലാക്കിയതോടെ പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനം ഉടനുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും പാർട്ടിക്ക് ശക്തമായ നേതൃത്വം വേണമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ് തീരുമാനം വേഗത്തിലാക്കുന്നത്. കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും പ്രാദേശിക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും അപ്പുറം ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. വി.ഡി. സതീശന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ പൂർണ്ണമായും തന്നെ നിർണായകമാകില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്തെ വിവിധ വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തുകയും പാർട്ടിയിൽ പുതിയ ഊർജം നിറയ്ക്കുകയും ചെയ്യുന്ന നേതാവിനെ കണ്ടെത്താനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രമം. എംപിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, വടകര എം.പി ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ എം.എൽ.എ എന്നിവരാണ് പ്രധാനമായും സാധ്യതാ പട്ടികയിൽ ഉള്ളത്. ഇവർക്കിടയിൽ നിന്ന് പൊതുസമ്മതനായ ഒരാളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിമാരും നിരീക്ഷകരും. സീനിയോറിറ്റിയും പാർട്ടിയിലെ ദീർഘകാല സംഘടനാ പരിചയവും കണക്കിലെടുക്കുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിന് പ്രഥമ പരിഗണന ലഭിക്കുന്നുണ്ട്. ദളിത് പ്രാതിനിധ്യവും പാർലമെന്ററി അനുഭവ സമ്പത്തും അദ്ദേഹത്തിന് അനുകൂല ഘടകങ്ങളായി ഉയർത്തി കാണിക്കപ്പെടുന്നു. മുതിർന്ന നേതാക്കളുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. യുവജന പ്രാതിനിധ്യം വേണമെന്ന ശക്തമായ ആവശ്യമുയർന്നാൽ ഷാഫി പറമ്പിലിന്റെ പേരിനാകും മുൻഗണന. വടകരയിൽ നേടിയ മിന്നുന്ന വിജയവും ചെറുപ്പക്കാർക്കിടയിലുള്ള ജനപ്രീതിയും ഷാഫിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. സംഘടനാ മികവും പ്രസംഗപാടവവും ഷാഫിക്ക് കൂടുതൽ ജനശ്രദ്ധ നൽകുന്നുണ്ട്. അതേസമയം പാർട്ടിയുടെ നിലപാടുകൾ ധീരമായി അവതരിപ്പിക്കുന്നതിലും നിയമ പോരാട്ടങ്ങൾ നയിക്കുന്നതിലും മികവ് തെളിയിച്ച മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ പേരും ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുണ്ട്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കുഴൽനാടന് സാധിക്കുമെന്ന വിലയിരുത്തൽ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ സമുദായ സമവാക്യങ്ങളും ഗ്രൂപ്പ് ബാലൻസും കണക്കിലെടുത്താണ് ആന്റോ ആന്റണി എം.പിയുടെ പേര് പട്ടികയിൽ ഇടം പിടിച്ചത്. പാർട്ടിയിൽ പരസ്യമായ തർക്കങ്ങളില്ലാത്ത നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേരും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നു. മുതിർന്ന നേതാവ് ബെന്നി ബെഹനാനെ പരിഗണിക്കുന്നതിലൂടെ എ ഗ്രൂപ്പിന്റെ പിന്തുണ ഉറപ്പാക്കാനാകുമെന്ന കണക്കുകൂട്ടലുണ്ട്. ദീർഘകാലത്തെ പാർട്ടി പരിചയവും മുൻ യു.ഡി.എഫ് കൺവീനർ എന്ന നിലയിലുള്ള പ്രവർത്തന പരിചയവും ബെന്നി ബെഹനാന് അനുകൂലമായ ഘടകങ്ങളാണ്. സംസ്ഥാന കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി ഏകകണ്ഠമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നടക്കുന്ന അവസാനവട്ട യോഗങ്ങൾക്ക് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതോടെ കെ.പി.സി.സി പുനഃസംഘടന പൂർണ്ണമാവുകയും പാർട്ടി അടിത്തട്ടിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡും കോൺഗ്രസ് പ്രവർത്തകരും.